ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡിഫറെൻറ്റ് ആംഗിൾ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നു കുഴപ്പമൊന്നുമില്ല. എപ്പോഴും നമ്മൾ ഇരുന്നോണ്ട് കുറച്ച് ഫോർമലായിട്ടൊക്കെ അല്ലേ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം തീർച്ചയായിട്ടും പറയണം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് അപ്പത്തിൻ്റെ ബാറ്റർ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പലപ്പോഴും എല്ലാവർക്കും തിരക്കാണ്. ജോലിക്ക് പോണവരുണ്ട്. അല്ലാതെ തന്നെ നമുക്കെപ്പോഴും രാവിലെ ആയാലും പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അപ്പം ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ എളുപ്പമായിരിക്കും കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ ഈ അരി കുതിർത്ത് വെക്കണം, അല്ലെങ്കിൽ തലേദിവസം തന്നെ അരച്ച് വെക്കണം. ഇതൊന്നും വേണ്ട. നമുക്ക് ജസ്റ്റ് പറ്റുവാണെങ്കിൽ ഒരു 2 മണിക്കൂർ ഈ ബാറ്റർ ഉണ്ടാക്കിയിട്ട് വെക്കുക കേട്ടോ. അപ്പം തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു കുഞ്ഞു വീഡിയോ ആയതുകൊണ്ട് ഇതിൻ്റെ കൂടെ എൻ്റെ ഒരു മുട്ടക്കറിയുടെ ഒരു റെസിപ്പിയും കൂടി ഇടുന്നുണ്ട്. ഞാൻ എങ്ങനെയാണ് മുട്ടക്കറി ഉണ്ടാക്കണമെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു അപ്പത്തിൻ്റെ ബാറ്ററിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് 2 ഗ്ലാസോളം റൈസ് പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഞാൻ ഇടുന്ന സോക്ക് ചെയ്ത പോഹയാണ് ഒരു 3 to 4 ടീസ്പൂൺ. ഇതിൻ്റെ പകരം വേണമെങ്കിൽ നമുക്ക് ചോറ് ഒന്ന് അരച്ച് ചേർക്കാം. അതേപോലെ തന്നെ നമുക്ക് അരിപ്പൊടി കുറുക്കിയായാലും ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ 1 ഗ്ലാസോളം നമ്മുടെ തേങ്ങാപ്പാൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പ്, പിന്നെ പഞ്ചസാര ഒരു 3 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയിൽ നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ എനിക്കിവിടെ അപ്പത്തിൽ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാനൊരു 3 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ വാം വാട്ടറാണ്, ഇളം ചൂടുവെള്ളം. ഓക്കെ, അതൊരു 2-2.5 ഗ്ലാസോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് നമുക്ക് വ്യത്യാസം വരുത്താം, നമ്മുടെ അരിപ്പൊടി എത്ര എടുക്കണം അനുസരിച്ച്. എന്നിട്ട് നല്ലോണം മിക്സിയുടെ ജാറിൽ എടുത്ത് അരച്ച ബാറ്ററാണ് കേട്ടോ ഈ കാണുന്നത്. അതിനകത്തേക്ക് ഞാൻ നേരത്തെ തന്നെ കുറച്ച് ഈസ്റ്റും ഇത്തിരി പഞ്ചസാരയും കൂടെ ഒന്ന് ഇളം ചൂട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റാണ് കേട്ടോ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് നല്ലോണം ഇളക്കിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂറെങ്കിലും ഇതൊന്ന് വെക്കാൻ നോക്കുക കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതേപോലെ അപ്പം നല്ലോണം ചുട്ടെടുക്കാം. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. ഞാൻ സത്യം പറയുകയാണ്, ട്രൈ ചെയ്ത് നോക്കണം, എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ. പിന്നെ തേങ്ങാപ്പാൽ ഇല്ലാത്തവർ പേടിക്കേണ്ട. തേങ്ങാപ്പാലില്ലെങ്കിൽ നമുക്ക് നമ്മുടെ തേങ്ങയായാലും യൂസ് ചെയ്യാം. 1 കപ്പോളം തേങ്ങ എടുത്താൽ മതി കേട്ടോ. അതിൻ്റെ പിറ്റേ ദിവസം ഞാനൊരു ദോശ ഉണ്ടാക്കി നോക്കി. അത് വെച്ചിട്ട് നമ്മുടെ ദോശ തവയിൽ ഒന്ന് അടിച്ചു വെച്ചിട്ടൊന്ന് ഉണ്ടാക്കിയാൽ മതി. അടിപൊളി സോഫ്റ്റും ടേസ്റ്റിയാണ്. ഇനി നമുക്ക് മുട്ടക്കറിയിലേക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ വെളുത്തുള്ളിയൊക്കെ ചാടിപ്പോണു. വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, പെരുംജീരകം ഇട്ടിട്ട് നല്ലോണം ഞാൻ ഇടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫോണൊക്കെ എടുത്ത് ഞാൻ സൈഡിലേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് ഇടിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാനിലേക്ക് എണ്ണ ചൂടായി. എണ്ണയിലേക്ക് ഞാൻ നമ്മുടെ ഇടിച്ച ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, പെരുംജീരകം എല്ലാം കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം അത് നല്ലോണം ഒന്ന് എണ്ണയിലിട്ടിട്ട് മൂപ്പിക്കാം. അതൊന്ന് നിറം മാറുമ്പോൾ നമുക്ക് ഇതിൽ വേണ്ട ആവശ്യത്തിനനുസരിച്ച് ഉള്ളി, എനിക്ക് തോന്നുന്നു ഒരു 1-1.5 ഉള്ളിയോളം എടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ലോണം സ്ലൈസ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ നല്ലോണം വഴറ്റിയെടുക്കണം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ബ്രൗൺ നിറമാവണം. അപ്പോൾ ഈ സ്റ്റേജിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാം. അത് കഴിഞ്ഞിട്ട് ഞാൻ 2 പച്ചമുളക് കീറിയിടുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഞാനൊരു വലിയൊരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞ് തക്കാളിയാണെങ്കിൽ 2 എടുക്കാം കേട്ടോ. അപ്പം അതും ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു നല്ല വഴറ്റി കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ എഗ് റോസ്റ്റ് മസാല പൗഡർ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വഴറ്റിക്കഴിഞ്ഞ് അതിൻ്റെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞപ്പോൾ ഞാനൊരു 1/2 ഗ്ലാസോളം നല്ല ചൂടുവെള്ളം, അല്ലെങ്കിൽ ഒരു ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്തു. അപ്പോൾ തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് അതും ഒന്ന് ഇളക്കി നമ്മൾ അടച്ചു വെക്കുക. അതിൻ്റെ നമ്മുടെ അതിനകത്തോട്ട് തന്നെ നമ്മൾ ബോയിൽ ചെയ്ത് നമ്മുടെ മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ മുട്ടയൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ ലാസ്റ്റ് നമ്മുടെ സ്റ്റേജ് ഗാർണിഷിങ് സ്റ്റേജ്. അപ്പോൾ ഇതാ മുട്ടക്കറി റെഡിയായി. ഈസി ആൻഡ് സിമ്പിൾ ആട്ടോ. ഇതും നമ്മുടെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബൈ.